കിട്ടി 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 സാധനം കിട്ടി. എത്ര സമയമായിന്നറിയ ഇവിടെ പരതാൻ വേണ്ടി വന്നിട്ട്. ഇവന് എന്നെ കാണാണ്ട് വെച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെ ഞാൻ കാണുന്നതിന് വെച്ചല്ലേ മാറ്റി വെച്ചല്ലേ? അല്ല ഞാൻ കുപ്പിക്കല് മുമ്പത്തതല്ലേ. ഇതിൽ പൊടിയെല്ലാം ഉണ്ട്. വന്ന് കഴുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. എവിടേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അത് എല്ലാ കാര്യത്തിനും ഓർമ്മ വരാം. പിന്നെ തപ്പലോട് തപ്പല്. ഇന്നിപ്പോൾ കാലത്ത് മുതൽ തപ്പാൻ തുടങ്ങിയിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ ഹെൽമെറ്റ് കിട്ടിയത്. അപ്പോൾ എവിടെ പോകുന്നതെന്നല്ലേ, ഇന്ന് നമുക്കൊരു സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്ന മാട്ടൂല ആദ്യമായിട്ടുള്ള ഒരു സൈക്ലിംഗ് ക്ലബ്ബ്. അപ്പോൾ അത് ഇന്ന് 4 മണിക്കാണ് ഇനോഗ്രേഷൻ. അപ്പോൾ അതിനുവേണ്ടി പിന്നെ നമ്മളെ MLA-യും അതുപോലെ തന്നെ പ്രസിഡൻ്റെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയല്ല മിന്നാന്നാണ് അതിൽ പിന്നെ എന്താ പറയുക മെമ്പറായത്. അപ്പോൾ അത് എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് മൻസൂർ ഉണ്ട്. അപ്പോൾ മൻസൂറിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് പിന്നെ അവരെ വിളിച്ച് പിന്നെ മെമ്പർഷിപ്പ് എടുത്തത്. അപ്പോൾ നോക്കുമ്പം പിന്നെ മൻസൂറാൻ്റെ മോനും ഉണ്ട്, മൻസൂറാൻ്റെ അനിയനൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചത് അതിനെന്തായാലും പോകാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ്. ഇവിടെ പ്രേതമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ ഒരു എന്താ പറയുക ബൾബ് ഏകദേശം എന്താ പറയുക മോശമാകാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മിന്നി കളിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ആ ഫംഗ്ഷൻ ക്യാൻസലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫംഗ്ഷൻ ക്യാൻസലായല്ലോ, അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് സൈക്ലിങ്ങിന് പോകാം. അങ്ങനെയാണ് പിന്നെ ഞാൻ സൈക്ലിങ്ങിന് പോകാൻ വേണ്ടി മാസിനെ വിളിച്ചു. മാസിൻ എന്ന് പറയുന്നത് മൻസൂറാൻ്റെ മോൻ്റെ പേര് മാസിനാണ്. അപ്പോൾ പിന്നെ മാസിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പം വേറെ ഹെൽമെറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഇപ്പോൾ പോകാനൊന്നും കഴിയില്ല. പിന്നെ മാച്ചു പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ, മുമ്പ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്, എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഇന്ന് കാലത്ത് മുതൽ തപ്പൽ തുടങ്ങി. അങ്ങനെ സംഭവം കിട്ടി. ഏതായാലും ഇപ്പോൾ പോകാൻ ഇറങ്ങാന്ന്. 4 മണിക്കാണ് ഫംഗ്ഷൻ. എന്തുണ്ട് ഹെൽമെറ്റ് അടിപൊളിയല്ലേ? എന്നിട്ട് മാച്ചുൻ്റെ ഹെൽമെറ്റ് അതെട്ടാ പോകാൻ നീ വരുന്നില്ല എന്നാ ഓക്കെ ടാറ്റാ. ഗൈസ് അങ്ങനെ ഞാനിവിടെ എത്തുമ്പോൾ 3:45 ശരിക്കും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MLA-യും പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടില്ല. എല്ലാവരും പിന്നെ 4 മണിയാകുമ്പോൾ എത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇവിടെ എനിക്കറിയാത്ത ആൾക്കാർ ആകെ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ മോനുണ്ട് മാസിൻ നടത്തി. അവന് മാത്രമേ ഉള്ളൂ, ബാക്കി ആരും എനിക്കറിയില്ല. എല്ലാവരും പരിചയപ്പെടണത്ര. പിന്നെ ഇത് ശരിക്കും റൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ മതായിപ്പാറ മുതൽ ചൂട്ടാട് അങ്ങനെ കുറേ കറങ്ങിയിട്ടെല്ലാം വരും. പക്ഷേ എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ നൈറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് കാലിൽ വേദനിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ എൻ്റെ സൈക്കിളിന് അത്ര ഒരു പിന്നെ എന്താ പറയുക മാച്ച് യൂസ് ചെയ്യാണ്ട് വെച്ചോണ്ട് വെച്ചാൽ തുരുമ്പലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലിന് വേദനിക്കാൻ തുടങ്ങി. അപ്പം എത്ര പേര് പോകുന്നു എനിക്കറിയില്ല. പക്ഷേ പിന്നെ പോകുന്നിടത്തോളം പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ വിചാരിച്ചേക്കാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് മൻസൂറാൻ്റെ മോന് മാതിരി. മാതിരി കാണുന്ന പോലെ തന്നെ കേട്ടാ. ഭയങ്കര റൈഡ് അതല്ല. നീ അറിഞ്ഞ പോയിട്ടേ അത്യാവശ്യമല്ല കുറേ പേര് സ്റ്റാറ്റസ് ആണല്ലേ അവർക്ക് പണിയുള്ളൂ. എവിടെല്ലോ നോക്കണ്ടല്ലോ. നീ ലാസ്റ്റ് എവിടെ പോയ? തലശ്ശേരി. അങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ടീമിൻ്റെ കൂടെ തന്നെ പോയത്. ഞാൻ അടുത്തേലും ഉമ്മാനും കൂടെ കൂട്ടട്ടാ. ഇത് നമ്മളെ ഭാഷ ടീച്ചറും നമ്മളെ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ മാമിൻ്റെ അഭിപ്രായത്തിൽ എന്താ ഈ ഒരു മേഖലയിലേക്ക് ലേഡീസിനെ കടന്നു വരണം എന്നുള്ള ഒരു ഇതുണ്ടോ? എങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ലേഡീസ് വരണം. ലേഡീസ് എന്നല്ല, എല്ലാ ഹ്യൂമൻ ബീങ്സും സൈക്ലിംഗ് 1 മണിക്കൂറെങ്കിലും ഉപയോഗിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായിട്ട് ഉപയോഗിക്കുക. ഇതിലൂടെ നമ്മുടെ ആരോഗ്യം, അതുമാത്രമല്ല നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വിലവർദ്ധനവ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ ആയുസ്സിന് നീളം കൂട്ടാനും ഏറ്റവും പറ്റിയൊരു കാര്യമാണ് ഈ ഒരു സൈക്ലിംഗ് ഒക്കെ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും എന്നെ കാണുന്ന എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സൈക്ലിംഗ് 1 മണിക്കൂറെങ്കിലും സൈക്കിൾ ചവിട്ടാം. താങ്ക് യു.
ഞങ്ങളിപ്പോൾ മാട്ടൂന്ന് ഏകദേശം 5 കിലോമീറ്റർ ഓടിച്ചിട്ട് ജസിന്ത എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു ഡ്രിങ്കെല്ലാം ഉണ്ട്, അതെല്ലാം കഴിച്ച് ഇനിയിപ്പം പിന്നെ എന്താ പറയുക സമയം ഇപ്പം 5:30 മണിയായി. ഇവരിപ്പം മടൈപ്പാറ എത്തി ചൂട്ടാട് ബീച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കാണ് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ മാത്രമല്ല മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ച് ഇവിടുന്ന് റിട്ടേൺ പോകാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. കുറേ കാലത്തിന് ശേഷം, അതായത് എനിക്ക് തോന്നുന്ന 1 വർഷമായി ഞാൻ സൈക്കിൾ എടുക്കാത്തത്. അപ്പോൾ അത്രയും ലോങ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ കാലിൽ നല്ല വേദനയുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പിന്നെ എന്താ പറയുക മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നാളെ അമ്മയൊക്കെ അതിൽ ശരിയായിക്കോളും. അപ്പോൾ ഇന്നത്തെ റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള അടിപൊളി റൈഡായിരുന്നു. പക്ഷേ ആകെ എനിക്ക് 5 കിലോമീറ്റർ മാത്രമേ റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഇനിയും അവർ റൈഡ് വെക്കുമല്ലോ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനല്ല വിചാരിച്ചിട്ട് സമാധാനിച്ച്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ഹൈദരാബാദി ഗ്രീൻ ചിക്കനുമാണ്. അപ്പോൾ ഗ്രീൻ ചിക്കൻ്റെ പിന്നെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ റൈഗേഡ്സിൽ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി പരീക്ഷണം നടത്തിയിട്ടോ തിന്നലെല്ലാം കുറവ് തന്നെയാണ്. നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പുതിന ഇലയും 1 കപ്പ് മല്ലി ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും 10 കാഷ്യൂ നട്ടും 2 പച്ചമുളകും 1/4 കപ്പ് തൈരും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കായും ഇട്ട് ചൂടായി എണ്ണ നന്നായിട്ട് ഇതിലേക്ക് ചെറുതായി എണ്ണിട്ടുള്ള 2 സവാളയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴച്ചെടുക്കാം. സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനെപ്പാട് പിന്നെ ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് അത് ആ ഓയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് എന്താ പറയുക മസാലയൊക്കെ പിടിക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പം നമ്മൾ ചിക്കൻ പീസസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്നത് നല്ലൊരു ക്രീമി ടെക്സ്ചറും പിന്നെ അതുപോലെ തന്നെ ക്രീമിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഫ്രഷ് ക്രീമും അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യലില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഡയറ്റൊക്കെ തെറ്റും. അതുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റിയിട്ടുള്ള മിക്കവാറും പുറത്തൊക്കെ പോയി ഫുഡ് അടിക്കൽ തന്നെയാണ്. പക്ഷേ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ ക്രീമും കൂടി ആഡ് ചെയ്യാണ്ടെന്ന് വെച്ചിട്ട് അത് പിന്നെ റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ചില പണിയെല്ലാം കഴിഞ്ഞ് നേരെ വന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനൊരു അരമണിക്കൂർ എഡിറ്റ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങും. അപ്പം ആ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി മുതൽ നമ്മളെ ചാനലിൽ വീഡിയോസ് എല്ലാ ഞായറാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ മടക്കര മാട്ടൂർ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ സൈക്കിൾ ക്ലബ്ബിൽ അംഗമാകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്പർ പറഞ്ഞുതരാം ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.